ശ്രീ എസ് കെ സജീഷ്, ഇതായിപ്പോ ഇന്നത്തെ CPM-ന്റെ പ്രതികരണം എന്ന് പറയുന്നത് VD സതീശന്റെ ഏജന്റ് ആയിരുന്നു എന്നുള്ളതാണ്. VD സതീശന്റെ ഏജന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, മാപ്പ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ് എന്നുള്ളതായിരുന്നു CPM-ന്റെ പ്രതികരണം. പക്ഷേ അങ്ങനെ കോൺഗ്രസിന്റെ VD സതീശനടക്കം നേതാക്കൾ തള്ളി പറഞ്ഞൊരു സന്ദർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തിപരമായി നടത്തിയതാണെങ്കിൽ പാർട്ടി എന്തു ചെയ്യാൻ? സതീശന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഇത്ര വൈകിപ്പോയതും അർദ്ധരാത്രിയിൽ പോയതുമെല്ലാം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തള്ളിപ്പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? VD സതീശൻ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ്. ആരും അറിയാതെ പോകാനാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ പോയ വിവരം വീഡിയോയിലൂടെ പുറത്തു വന്നു. അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറയുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞു വരുമ്പോൾ ക്യാമറയുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് തള്ളിപ്പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സകല വ്യാജ പണിയും പോലെ ഇതിനെയും ന്യായീകരിച്ച് കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്നേനെ. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്യുക എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ശ്രീ VD സതീശനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ പാർട്ട്ണർമാരായി 2 പേര് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മാങ്കൂട്ടവും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായൊരു പൊട്ടിത്തെറിക്ക് ഇത് സാധ്യമാകുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ വഴിയെ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിക്കുന്നത് പോലെ അത്ര എളുപ്പമായില്ല ഈ വ്യാജ പരിപാടി എന്നത് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉൾപ്പെടെ അങ്ങനെ ഒരു ഏജന്റ് ആയിട്ടാണ് പോയത് എങ്കിൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ ആദ്യ പ്രതികരണം തടലിൽ തന്നെ VD സതീശൻ അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് തള്ളി പറയുമോ? ഇപ്പോ അങ്ങനെയല്ല എന്ന് പറഞ്ഞു പോകാനുള്ള മെയ്വഴക്കമൊക്കെ പ്രതിപക്ഷ നേതാവിനില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ശ്രീ VD സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെയും കൂട്ടി ബാക്കിയുള്ള ആളുകൾ തള്ളിപ്പറയുമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ VD സതീശനെ തള്ളിപ്പറയാൻ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം. ആ സമയത്ത് ഇത്തരമൊരു കാരണം കൂടി കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് VD സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ നിലയിൽ തള്ളിപ്പറയുന്നതായി കാണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സകല സംരക്ഷണവും ഒരുക്കും ഭാവിയിൽ എന്നത് നമുക്ക് വഴിയെ കാണാവുന്ന കാര്യവുമാണ്.